നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ശ്രീലങ്ക പാകിസ്ഥാനെ അടിച്ചോടിച്ചിരിക്കുകയാണ്. ഈ ഇന്ത്യയെ കണ്ടുകൊണ്ട് ഇന്ത്യ ചെയ്യുന്ന രീതികൾ അതുപോലെ കോപ്പി അടിക്കുക എന്നുള്ള ഒരു നിലപാടാണ് പലപ്പോഴും പാകിസ്ഥാനുള്ളത്. നമുക്കിവിടെ സംയുക്ത സൈനിക മേധാവിയുണ്ട്. അതുപോലെ അവിടെ ഇപ്പോൾ അസീം മുനീറിനെ ഒരു സൈന്യത്തിന്റെ തലവനായിട്ട് അവരോധിക്കാൻ പോകുകയാണ്. ഇവിടെ ഇപ്പോൾ ശ്രീലങ്ക അടിച്ചോടിച്ചിരിക്കുന്നത് ഈ പാകിസ്ഥാനിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയി ശ്രീലങ്കയിൽ ഇടാൻ നോക്കുകയാണ്. അത് മാനുഷിക പരിഗണന, ഞങ്ങൾ മാനുഷിക സഹായം ചെയ്യുന്നു. നമുക്കറിയാം ശ്രീലങ്കയെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ദിത്വ ചുഴലിക്കാറ്റിന്റെ പ്രതിസന്ധി വളരെ വലിയ രീതിയിലാണ് ആ രാജ്യത്തെ വേട്ടയാടിയത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് തലപൊക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യ ഇവിടെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു സഹായം ശ്രീലങ്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഒരു രീതി അതാണല്ലോ. കാരണം നമുക്ക് ചുറ്റുമുള്ളവരെ തുറന്ന് കാണുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു ശീലമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിന് പക്ഷെ കോപ്പി അടിക്കാനായിട്ട് പാകിസ്ഥാൻ പോയതാണ് ഇപ്പോൾ വലിയ വിമർശനത്തിനും തെറിവിളിക്കും അതുപോലെ തന്നെ ശ്രീലങ്ക ഓടിക്കുന്നതിനും വഴിവെച്ചിരിക്കുന്നത്. കനത്ത ഒരു നാണക്കേടിലേക്ക് ആ രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കണം, പാകിസ്ഥാൻ പോലും പലയിടത്തു നിന്നുമാണ് സഹായം മേടിക്കുന്നത്. ആ പാകിസ്ഥാനാണ് ഞങ്ങൾ ഇപ്പം സഹായിക്കാമെന്ന് പറഞ്ഞ് ശ്രീലങ്കയിലേക്ക് ചെന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നുണ്ടായ ഒരു നാണക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇപ്പൊ ശ്രീലങ്കയില് ദിത്വ ചുഴലിക്കാറ്റുണ്ടായല്ലോ. അപ്പൊ അതില് പ്രളയവും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി. ശരിക്കും വളരെയധികം ദുരിതത്തിലായിരുന്നു. അപ്പോൾ അതിനെ സഹായിക്കാൻ ഇറങ്ങിയതാണ് പാകിസ്ഥാൻ. എന്നിട്ട് അതിൽ പറഞ്ഞൊരു വേർഡ്, പാകിസ്ഥാൻ എപ്പോഴും ശ്രീലങ്കയ്ക്കൊപ്പം എന്ന അവകാശവാദത്തോടെയാണ് ഈ ദുരിതാശ്വാസ കിറ്റിലെ സാധനങ്ങളെല്ലാം കയറ്റി അയച്ചത്. ഈ ദുരിതാശ്വാസ കിറ്റിലെ സാധനങ്ങളെല്ലാം തന്നെ പക്ഷേ കാലാവധി കഴിഞ്ഞതായിരുന്നു. ഇത് സഹായമല്ല എന്ന് മാത്രമല്ല അപമാനിക്കലായി എന്നാണ് ശ്രീലങ്ക ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനെ അറിയിച്ചിട്ടുള്ളത്. കാരണം സഹായിച്ചില്ലെങ്കിലും വിരോധം ഉണ്ടായിരുന്നില്ല. ഉപയോഗത്തിന് എടുക്കാൻ പറ്റാത്ത എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറെ സാധനങ്ങൾ കയറ്റി അയച്ചത് വഴി വലിയ അപമാനമാണ് ശ്രീലങ്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദുരിതാശ്വാസ സഹായമായിട്ട് ശ്രീലങ്കയ്ക്ക് നൽകുന്നു എന്ന കുറിപ്പും ഉണ്ടായിരുന്നു. പാക് ഹൈക്കമ്മീഷൻ പങ്കുവച്ച ചിത്രത്തിലെ പാക്കറ്റുകളിൽ 2024 ഒക്ടോബറാണ് എക്സ്പയറി ഡേറ്റ്. പാക് ഹൈക്കമ്മീഷന്റെ ചിത്രങ്ങളോട് കൂടിയിട്ടാണ് ഇത് പോയിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സഹായഹസ്തം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ 2022 നിർമ്മിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ 2022 നിർമ്മിച്ച് 2024 ഒക്ടോബറിലോടുകൂടി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ 2025 ഡിസംബറിൽ കൊടുക്കാൻ പോകുന്നത്. ഒരു വർഷത്തിലപ്പുറമായി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട്. ഇതിൽ മരുന്നുകളുണ്ടായിരുന്നു, ഭക്ഷണ പാക്കറ്റുകളുണ്ടായിരുന്നു, മറ്റ് അവശ്യ വസ്തുക്കളും ഉണ്ടായിരുന്നു. ഇവ പരിശോധിച്ച ശ്രീലങ്കൻ അധികൃതർ ഗൗരവമായ പ്രശ്നമുണ്ടെന്ന് ദുരിതാശ്വാസ വകുപ്പിനെയും വിദേശകാര്യ വകുപ്പിനെയും അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ശ്രീലങ്ക പ്രതിഷേധം അറിയിച്ചത്. നമ്മളൊന്ന് ഓർത്തു നോക്കണം, ഒരു അപകടഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായി മരുന്നുകളും ഫസ്റ്റ് എയ്ഡ് സാധനങ്ങളും ഒക്കെയാണ് നമ്മൾ അയക്കുന്നത്. അതിൽ പോലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ഉണ്ടാകുക എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. തന്നെയല്ല, ഈ ഒരു ദുരന്ത മുഖത്തായതുകൊണ്ട് അവരതിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അത്രത്തോളം വലിയ ഒരു ചതിവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ അവരെ സഹായിക്കുമ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളായിരിക്കണം. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ഈ പല ട്രോളുകളായി വരുന്നത്, അതായത് പാകിസ്ഥാനിൽ പോലും വേണ്ടാതെ കെട്ടിക്കിടന്ന സാധനങ്ങൾ ശ്രീലങ്കയുടെ തലയിൽ കെട്ടിവെച്ചു എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഈ ഇന്ത്യയെ കോപ്പി അടിക്കാൻ പോകുമ്പോൾ പാകിസ്ഥാൻ ഒന്നല്ല, ഒരു 100 തവണ ആലോചിക്കണം. കാരണം നമ്മുടെ 7 അയലത്ത് പോലും എത്താൻ പാകിസ്ഥാന് കഴിയില്ല. ഇവിടെ കോവിഡ് വന്ന് പിടിമുറുക്കിയ സമയത്തൊക്കെ നമ്മളാണ് ഇവിടുന്ന് അരിയും ഗോതമ്പും കൊടുത്തത്. അപ്പോൾ പക്ഷേ ആ ഒരു നന്ദി പോലും ആ രാജ്യത്തിനില്ല. അത് മറ്റൊരു കാര്യം. അവിടുത്തെ ജനങ്ങളെ അല്ല ഞാൻ പറയുന്നത്, ഭരണകൂടത്തെയും പാകിസ്ഥാൻ പട്ടാളത്തെയുമാണ് ഈ വിമർശിക്കുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം, ഒരു പ്രളയം വന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച, നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയുകയാണ്, ഒരു ദുരിതം നമുക്കറിയാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വന്ന സഹായങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സഹായിച്ചെടുത്താണ് ഇത്ര വലിയ ഒരു ചതിവും നടന്നിരിക്കുന്നത്. അതും ഞങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ലോകം മുഴുവൻ അറിയിക്കുകയും ചെയ്തു. നമ്മൾ കേരളത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സാഗർ ബന്ധു, അതിന് കീഴിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് 53 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് എത്തിച്ചത്. രക്ഷാപ്രവർത്തനത്തിന് വിമാനവാഹിനി INS വിക്രാന്ത് ഉൾപ്പെടെ നേതൃത്വം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സ്വന്തം സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാനും ഒരു ശ്രമം നടത്തി അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ
നാണം കെട്ട് ഇനി ഒന്നും തന്നെ ഇനി ചെയ്യാൻ ബാക്കിയില്ല. കാരണം പാഴ്വസ്തുക്കൾ അയച്ചു എന്ന് പറഞ്ഞ് ഇനി ലോകം മുഴുവൻ പാകിസ്ഥാനെ താറടിച്ച് കാണുകയാണ് ചെയ്യുന്നത്. ശ്രീലങ്കൻ ഭരണകൂടം ഭയങ്കര വലിയ ഒരു പ്രതിഷേധം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയധികം കടുത്ത പ്രകൃതി ദുരന്തത്തിലൂടെ കൊണ്ടുപോകുന്ന ഈ അവസരത്തിൽ ദുരിതാശ്വാസ സഹായമായിട്ട് എത്തിക്കുന്ന വസ്തുക്കൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട അവസ്ഥയാണ് അവർക്ക് വന്നിരിക്കുന്നത്. പെട്ടെന്ന് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ ഇതെല്ലാം വളരെയധികം സോർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചു എന്ന് പറഞ്ഞ് വളരെയധികം ഒരു വിമർശനം തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിന് പാകിസ്ഥാൻ ഹാൻഡിലുകൾ വിശദീകരണം നടത്താൻ തുടക്കി. അത് അതിനേക്കാൾ നാണക്കേടായി. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കറ്റ് പഴയതാണെന്നേ ഉള്ളൂ, അതിനുള്ളിലത്തെ സാധനങ്ങൾ പുതിയതാണെന്ന്. പഴയ പാക്കറ്റുകൾ ഇവിടെ കടന്നിരുന്നു, അതിൽ നിന്ന് ഞങ്ങൾ ആ പാക്കറ്റുകൾ എടുത്തിട്ട് പുതിയ സാധനങ്ങൾ അതിന് നിറച്ചാണ് കൊടുത്തുവിട്ടത്. അടിയന്തര സഹായം ആവശ്യമായിരുന്നുകൊണ്ട് പെട്ടെന്ന് ലഭിച്ച കിറ്റുകളെല്ലാം കൂടി നോക്കി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ നിറയ്ക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വിശദീകരണം കൂടി കൊടുത്തോടുകൂടി ആകെ മൊത്തം നാണം കെട്ട് വഷളായി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇത് ഇവർ തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ശ്രീലങ്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഈ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ആദ്യം ഇവരുടെ ട്വീറ്റ് ചെയ്തതാണ് ഇങ്ങനെ, ഞങ്ങൾ പഴയ പാക്കറ്റിൽ പുതിയത് നിറച്ചതാണെന്ന്. ഇത് ശ്രീലങ്ക അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അടിയന്തരത്തിനുള്ള സാധനങ്ങൾ വേണ്ട. അതുപോലെ ഇതിന് മുമ്പും സംഭവിച്ചിട്ടുണ്ട്. 2015 ഭൂകമ്പം ഉണ്ടായപ്പോൾ നേപ്പാളിലേക്ക് അയച്ച സാധനങ്ങൾ പാകിസ്ഥാനെതിരെ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. ഇറച്ചി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ പാകിസ്ഥാൻ അയച്ചതാണ്. ഇതേപോലെ കേടായതൊക്കെ അയച്ചിരുന്നു 2015. അത് 2021 അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പ ദുരിതാശ്വാസമായിട്ട് നൽകിയത് പഴയ ഗോതമ്പായിരുന്നു. ഇത് താലിബാന്റെ രൂക്ഷ വിമർശനത്തിന് അന്ന് കാരണമായിട്ടുണ്ടായിരുന്നു. നേപ്പാളിലേക്ക് ബീഫ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാമഗ്രികൾ അയച്ചു. നേപ്പാളിലേക്കൊക്കെ ബീഫ് അയച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ വളരെ മോശമായ രീതിയിൽ ദുരിതാശ്വാസത്തിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണ് കയറ്റി അയക്കുന്നത് എന്നൊന്നും ഒരു വിവരവും ഇല്ലാതെ കണ്ടതുപോലെ ചെയ്യുന്ന ഒരിക്കലും ഒരു സമഗ്രമായിട്ടുള്ളൊരു നടപടിയായിട്ടല്ല അവരൊന്നും ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇത്ര മണ്ടത്തരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ വേറെ ഒരു ഇതുണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരാൻ കാരണം, ശ്രീലങ്കയിലേക്കുള്ള പാകിസ്ഥാന്റെ ദുരിതാശ്വാസ വിമാനത്തിന് ഇന്ത്യ വ്യോമപാത നിഷേധിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ സമയം വൈകിയത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നടന്ന സംഭവത്തിന് 2024 അയച്ചിട്ട് പറഞ്ഞതാണ് ഇത് ഇങ്ങനെ വ്യോമപാത അടച്ചതുകൊണ്ടാണെന്ന്. അതും പൊളിഞ്ഞു. കാരണം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് വ്യോമപാത തുറന്നു തരണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചത്. അന്ന് തന്നെ വൈകിട്ട് 5:30 ഇന്ത്യ ഔദ്യോഗിക അനുമതി നൽകിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതവുമാണ്, നുണപ്രചാരണമാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എന്തായാലും സാഗർ ബന്ധു എന്ന് പേരിട്ടിട്ട് ശ്രീലങ്കയ്ക്ക് 53 ടൺ ദുരിതാശ്വാസ സാധനങ്ങൾ അയച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യ ഒരിക്കലും ഇപ്പോൾ വ്യോമപാത തുറന്നു നൽകിയില്ല എന്നുള്ള ഒരു പ്രസ്താവന, അത് നമുക്കതിൻ്റെ ഒരു തെളിവ് പോലും ആ സമയത്ത് ആവശ്യമില്ല. കാരണം ഇന്ത്യ ഒരിക്കലും അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും വഴിയടയ്ക്കുന്ന ഒരു നിലപാട് ഇന്ത്യ സ്വീകരിക്കില്ല. നമ്മളത് എപ്പോഴും ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ പ്രൗഡാണ്. കാരണം നമ്മൾ ശത്രുത ആ രാജ്യവുമായിട്ട്, ആ രാജ്യത്തെ ചില രീതികളുമായിട്ടും ഭരണകൂടത്തിൻ്റെ നിലപാടുകളുമായിട്ടൊക്കെ നമുക്ക് എതിർപ്പുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിലൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും UN-ലൊക്കെ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും മാനുഷിക പരിഗണനയ്ക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ആ ഒരു കാര്യത്തിൽ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം. നമ്മൾ ഒരു ദുരന്ത മുഖത്ത് ഒരിക്കലും കണ്ണടച്ച് നിൽക്കുന്ന ഒരു സമീപനം ഒരു കാലത്ത് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ തിരിച്ച് പാകിസ്ഥാൻ അത് പലപ്പോഴായി നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടത്തിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധികൾ നമ്മൾക്ക് മുൻപിൽ തുറന്നിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ. അപ്പോൾ ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഒരു രാജ്യങ്ങൾ പോലും വിശ്വസിക്കില്ല. നമ്മൾ തെളിവ് പോലും കൊടുക്കേണ്ട ഒരു കാര്യമില്ല ആ കാര്യത്തിൽ. അപ്പോൾ പാകിസ്ഥാന്റെ നുണകളെല്ലാം അപ്പോൾ തന്നെ പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് പാകിസ്ഥാന്റെ ഏറ്റവും ഒരു കപട മുഖം നമ്മൾ കാണണമെന്ന് പറയുന്നത് ഈ ഘട്ടത്തിലൊക്കെയാണ്. കാരണം നിലനിൽപ്പിന് വേണ്ടി എന്തും പറയാനും ആരെയും താറടിച്ചു കാണിക്കാനും ഏത് രാജ്യത്തെ താറടിച്ചു കാണിക്കാനും മടിയില്ലാത്ത ഒരു സംസ്കാരമാണ് അവിടുത്തെ ഭരണാധികാരികൾക്ക് പോലും ഉള്ളത്.
പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കാര്യം പിന്നെ പറയണ്ട. അവർക്ക് ഇന്ത്യ എന്ന ഒരു വെറിയാണ് അവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തുടരെ നമ്മൾ അതിന്റെ ഭീതിതമായ വശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പഹൽഗാമും പിന്നീട് ഡൽഹി സ്ഫോടനവും ഒക്കെ, അതിനൊക്കെ ഇന്ത്യ മറുപടി കൊടുക്കും. അത് മറ്റൊരു വശം. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ കടന്നു പോകുന്ന മറ്റൊരു സാഹചര്യവും കൂടിയുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് വരേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു അസിം മുനീറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അസിം മുനീർ സർവ്വസൈന്യാധിപനാകാൻ പോകുന്നു. അത് നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അവിടുത്തെ ജനങ്ങളെ ഇപ്പോൾ നമ്മൾ ഇറാനിൽ കാണുന്ന ഒരു ഭരണകൂട വ്യവസ്ഥിതി ഉണ്ടല്ലോ, അവിടുത്തെ ജനങ്ങളെ ശ്വാസം വിടാൻ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യം, അതിന്റെ മറ്റൊരു വെർഷനായിട്ട് മാറും അസിം മുനീർ എത്തുന്നതോടുകൂടി തന്നെ. കൂടുതൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആകാൻ പോകുകയാണ്. ഇവിടെ നമ്മൾ ഇമ്രാൻഖാന്റെ കൂടി ഒരു അവസ്ഥ കാണേണ്ടതുണ്ട്. ഇമ്രാൻഖാൻ അസിം മുനീറിന് നേരെ വലിയ വിമർശനങ്ങൾ ഇമ്രാൻഖാൻ പല വേദികളിലും നടത്തിയിട്ടുണ്ട്. ഇമ്രാൻഖാൻ ജീവനോടെ ജയിലിൽ നിന്ന് തിരികെ വരാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ തന്നെ ചില വിമർശനങ്ങൾ, ചില ആരോപണങ്ങൾ വന്നിരുന്നു. അതായത് ഇമ്രാൻഖാനെ ജയിലിനുള്ളിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ സൈന്യം പുറത്തുവിട്ടിരുന്നു. എന്നാൽ അതൊരു ഡമ്മിയാണ് എന്നുള്ള രീതിയിലൊക്കെ സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇമ്രാൻഖാനും അതുപോലെ തന്നെ ഇപ്പോൾ ഷഹബാസ് ഷെരീഫിനും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതനത്തിന്റെ കാരണക്കാർ അവരൊക്കെ തന്നെയാണ്. ഇന്ത്യ വെറി പിടിച്ചുകൊണ്ട് ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അതെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്. ഈ പർവേസ് മുഷറഫിന്റെ കാലത്തോടു കൂടി നമ്മൾ ഒരു പട്ടാള ഭരണത്തിന് അന്ത്യം കുറിച്ചു കഴിഞ്ഞു എന്ന് കരുതിയതാണ്. ലോകം മുഴുവൻ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ജനങ്ങൾ കുറച്ചുകൂടി പല കാര്യങ്ങളിലും പ്രതിഷേധ രംഗത്തേക്കൊക്കെ വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഇമ്രാൻഖാന് വേണ്ടി വലിയ മുറവിളികളാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് എന്തായാലും ഇമ്രാൻഖാനോട് കുറച്ച് താല്പര്യമുണ്ട്. കാരണം എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഒരു അഴിമതി രഹിത ഭരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ്. ക്രിക്കറ്റ് ലോകത്തിൽ നിന്നും അദ്ദേഹം ഒരു വലിയൊരു ചുവടുവയ്പായിട്ട് പാകിസ്ഥാന്റെ ഇതിലേക്ക് വന്നു, രാഷ്ട്രീയത്തിലേക്ക് വന്നു. അന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു ഇമ്രാൻഖാൻ പാകിസ്ഥാനെ മാറ്റിമറിക്കും എന്ന് തന്നെ നമ്മൾ ഇന്ത്യ ഉൾപ്പെടെ എല്ലാവരും തന്നെ ചിന്തിച്ചിരുന്നു. കാരണം കായിക രംഗത്തുനിന്ന് വളർന്നു വന്നിട്ടുള്ള നല്ലൊരു സ്പോർട്സ്മാൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം തന്നെ പലപ്പോഴും അത് തോറ്റുപോകുന്നതാണ്. അവിടുത്തെ ഒരു വ്യവസ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം അവിടുത്തെ ആ ഒരു രാജ്യത്തെ പുനർനിർമ്മിച്ചെടുക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു അഴിമതി രഹിത ഭരണം കൊണ്ടുവരാനോ തീവ്രവാദം ഇല്ലാതാക്കാനോ ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് ആര് വന്നാലും അതിന് കഴിയില്ല. കാരണം പട്ടാള ഭരണം അവിടെ പിടിമുറുക്കിയിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ പ്രധാനമന്ത്രിയാണ് ഭരിക്കുന്നതെങ്കിലും അവിടെ ഒരു പട്ടാളത്തിന്റെ പിടിമുറുക്കം എപ്പോഴും ഉള്ള ഒരു രാഷ്ട്രമാണ്. അല്ലാതെ അതൊരു ജനാധിപത്യ രാജ്യമായിട്ട് അതിന് നിലനിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു നിലനിൽപ്പും ആ രാജ്യത്തിന് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ ഭരണാധികാരികളും പട്ടാളവും ചേർന്ന് ആ രാജ്യത്തെ അങ്ങനെ ശിഥിലമാക്കി കളഞ്ഞതാണ്. കാരണം അവിടെ ഈ ഇന്ത്യ വിരോധം കൊണ്ട് പാകിസ്ഥാൻ പട്ടാളം തന്നെ കുറെ ഭീകര ഗ്രൂപ്പുകൾക്ക് രൂപം കൊടുക്കുകയും അത് ഉയർത്തു വരികയും ചെയ്തതൊക്കെയാണ്. അപ്പോൾ ഈ നമ്മൾ മുൻപ് ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ തന്നെ പട്ടാളമാണ് ഈ ഭീകര ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്കും. അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ് ആ രാജ്യത്തുള്ളത്. അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതലൊന്നും പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനോ ഭരണകൂടത്തിനെതിരെയോ പട്ടാളത്തിനെതിരെയോ പ്രതിഷേധങ്ങൾ നടത്താനോ ഒന്നും കഴിയുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ ഒരു അവസ്ഥ. അത് ഇനി ഇമ്രാൻഖാൻ എന്നല്ല, ബേനസീർ ഭൂട്ടോ ഇരുന്ന കാലത്ത് പോലും ബേനസീർ ഭൂട്ടോയ്ക്ക് പിന്നെയും ഇന്ത്യയോട് ഒരു സൗഹൃദത്തോടെ മുൻപോട്ട് പോകണം എന്നുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയാണ്. അവരെ പോലും കൊലപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അപ്പോൾ അവർക്ക് പോലും കഴിയാത്തടത്ത് ഇനി ഭരണാധികാരികൾ ആരതിന്റെ തലപ്പത്തേക്ക് വന്നാലും പാകിസ്ഥാൻ ഇങ്ങനെ തന്നെ താറുമാറായി കിടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിവിടെ കാണേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. അതായത് ഇപ്പോൾ അസിം മുനീർ ഈ തലപ്പത്തേക്ക് ഉയർന്നു വരാൻ പോകുന്നതിൻ്റെ ഒരു കാരണം ഇന്ത്യ വിരോധം കൊണ്ട് മാത്രമല്ല, നമ്മൾ കാണേണ്ട മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് എത്രയും പെട്ടെന്ന് ശക്തമായി തന്നെ ഇമ്രാൻഖാൻ ഉയർന്നു വരണം, സർവ അധികാരവും തന്നിലേക്ക് എത്തണം. അതിൻ്റെ കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഭ്യന്തര കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാനെ തകർക്കുന്നതിന് വേണ്ടി ഉദയം കൊണ്ട് അതിശക്തമായ ആ ഗ്രൂപ്പ് വളർന്നിരിക്കുന്നു. പാകിസ്ഥാൻ പട്ടാളത്തെ പല സമയങ്ങളിലും കൊന്നൊടുക്കുകയാണ് അവർ. അതിക്രൂരമായി പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊലപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് മാത്രമല്ല, താലിബാൻ ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാന്റെ തലപ്പത്തേക്ക് താലിബാനെ എത്തിക്കുന്നതിന് വേണ്ടി പല കളി കളിച്ചവരാണ് പാകിസ്ഥാൻ. എന്തിനു വേണ്ടിയാണ്? കശ്മീർ
പിടിച്ചെടുക്കുന്നതിന് വേണ്ടി താലിബാനെ ഒപ്പം നിർത്താൻ. പക്ഷേ അധികാരത്തിൽ കയറിയ താലിബാന് വ്യക്തമായി കഴിഞ്ഞു, ഇന്ത്യക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ പണി കിട്ടും. മാത്രമല്ല വലിയ മാനുഷിക സഹായമാണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നത്. പല പദ്ധതികളിലും ഇരു രാജ്യങ്ങളും പങ്കാളികളാണ്. ഇത് താലിബാൻ ഇരുന്ന കാലത്തല്ല, അതിന് മുൻപ് മുതൽ തന്നെ സഹകരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ വെറുപ്പിച്ച് നിലനിൽക്കാൻ കഴിയില്ല എന്ന് അഫ്ഗാനിസ്ഥാന് കൃത്യമായിട്ട് അറിയാം. ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള ഒരു സമീപനം, ബന്ധം, നയതന്ത്ര ബന്ധം, ഇതൊക്കെ അഫ്ഗാനിസ്ഥാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ താലിബാൻ ഭരണകൂടത്തിന് ഇന്ത്യയെ വെറുപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആജന്മ ശത്രുവായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ പല സൈനിക പോസ്റ്റുകളും പിടിച്ചെടുത്തുകൊണ്ട്, പട്ടാളക്കാരെ കൊന്നൊടുക്കി പല പോസ്റ്റുകളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് താലിബാൻ. അപ്പോൾ ഈ താലിബാനെതിരെയും ബലൂച്ച് ലിബറേഷൻ ആർമിക്കെതിരെയും ഒക്കെ അതിശക്തമായി നിലപാടെടുക്കണമെങ്കിൽ, അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനേക്കുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ കടക്കണമെങ്കിൽ ഇപ്പോഴുള്ള ഭരണകൂടത്തെ കൊണ്ട് അസീം മുനീറിന് അതിന് കഴിയില്ല. അതുകൊണ്ടാണ് അസീം മുനീർ എത്രയും പെട്ടെന്ന് ഈ സർവ്വസൈന്യാധിപനാകാനുള്ള ഒരു നീക്കം നടത്തുന്നത്. ഇത് മാത്രമല്ല, ബലൂചിസ്ഥാനിലെ പല മേഖലകൾ, അതായത് ധാതു സമ്പന്നമായ പ്രദേശങ്ങളിൽ നിന്ന് അമേരിക്കയുമായി ചില കരാറുകളിലേക്ക് അസീം മുനീർ കടന്നിട്ടുണ്ട്. അവിടുത്തെ ധാതു സമ്പത്ത് മുഴുവൻ പിടിച്ചടക്കി. അത് നമ്മൾ മുൻപ് പറഞ്ഞില്ലേ, അസീം മുനീറിന് പൂർണ്ണ പിന്തുണ അമേരിക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ ട്രംപിന് കൃത്യമായ പദ്ധതികൾ അതിന് പിന്നിലുണ്ട്. അപ്പോൾ ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ പാകിസ്ഥാനിൽ പട്ടാള ഭരണത്തിന് നീക്കം നടക്കുകയാണെങ്കിൽ അമേരിക്ക അസീം മുനീറിന് ആ സഹായവും ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ ധാതു സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് ഉള്ള ഒരു നീക്കത്തിലേക്ക് അമേരിക്ക കടന്നിട്ടുണ്ട്. ഇപ്പോൾ പല കരാറുകളിലേക്കും ഈ ഭരണകൂടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അസീം മുനീറും അമേരിക്കൻ പ്രസിഡന്റും പല കരാറുകളുമായി ചർച്ചകൾ നടത്തുന്നു. ഒന്ന് ഓർത്തു നോക്കണം, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇത്രയും പവറില്ല. അപ്പോൾ അസീം മുനീറിന് അതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു പവർ ഈ ട്രംപ് കൊടുക്കുന്നത് പോലെ ആയി പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇമ്രാൻഖാന് അസീം മുനീറിന് ഉയർന്നു വന്നേ മതിയാകൂ. അതിന് മുൻപിലുള്ള തടസ്സം ഷഹബാസ് ഷെരീഫ് ആണെങ്കിൽ അത് വെട്ടിമാറ്റാനും അസീം മുനീർ തുനിഞ്ഞിറങ്ങും, അതിലൊരു സംശയവും വേണ്ട. ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ നാട് വിട്ടു പോയി എന്ന് പറയുന്നത് ജീവനിലെ കൊതിയുള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള നാണക്കേടുകളിലേക്ക് ചെന്ന് വീഴുന്നത്. പാകിസ്ഥാന്റെ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ശക്തമായ നിരീക്ഷണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇമ്രാൻഖാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് സഹോദരി പറഞ്ഞിട്ടുണ്ട്, സഹോദരി കണ്ടുവെന്ന് പറയുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസവും പോലും കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലായിരുന്നു വാർത്തകൾ. ഈ സഹോദരി പറഞ്ഞതിന്റെ യഥാർത്ഥ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർ ഉസ്മാൻ ഖാൻ കണ്ടുവെന്നാണ് പറയുന്നത്. ഇനി അവരെ കൊണ്ടത് പറയിപ്പിച്ചതാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഇമ്രാൻഖാന്റെയും ഷഹബാസ് ഷെരീഫിന്റെയും ഒക്കെ ജീവൻ തുലാസിലാടുകയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.